ആരും കാണുന്നില്ലല്ലോ ഇപ്പത്. മെയ്തീൻ കുട്ടീനെയും കൃഷ്ണൻകുട്ടീനെയും ഒരു കുട്ടിയാനും കാണാനില്ല. ഈ പണിയില്ലാതെ ഞാൻ എന്താ കാട്ടാ? പെരീക്കാണെങ്കിൽ അരി വാങ്ങണം, ഒക്കെ വാങ്ങണം, പൈസ ഇല്ല കയ്യില്. ആരും വരുന്നില്ലല്ലോ പണിക്കിപ്പോ. ഒരു കുട്ടി വന്നില്ല, നായകൾക്ക് ഒരു കമ്മില്ല. അരങ്ങും വരങ്ങി ദിനായി മൊയിങ്ങപ്പോ നായിക്ക നടക്കാനും പറ്റത്തികളെ കൊണ്ട് ഒരാൾക്ക് ഇടങ്ങേറ്. ഒരാളിനെ കാണാനില്ല, പണിക്കാരില്ല. ഞാൻ എത്തപ്പോ കാട്ടുന്നു ശരിക്കാണ് പോകാനും വെച്ച. അല്ല മോലാലെ മോലാലെ ആരും വന്നിട്ടില്ലല്ലോ. ഞാൻ ഒറ്റക്കുള്ളൂ. ഇന്ന് പണിക്കാർ ആരും വന്നിട്ടില്ല. പണിക്കാരില്ല, ലീവാണ്. അത് പറയാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചു. എന്റെ ഫോണിന് വർക്ക് ചെയ്യില്ല. മര്യാദക്ക് വർക്ക് ചെയ്യുന്ന ഫോൺ എന്റെ അടുത്തില്ലല്ലോ. എന്റെ ഫോണെന്ന് കാട്ടിയ എന്താണ് പാപ്പ്? എന്താ ഇതിനുള്ളൊരു മൂടല്? ഇതിലൊരു മര്യാദക്കൊരു നമ്പറും കാണൂല. എന്ത് ഫോണാണിത്? എന്നെ വിളിച്ചാലും കിട്ടൂല. ഇതാ ബീഡോക്കാക്ക് എനിക്ക് വന്നതാണ്. ഇതല്ല എന്നെ പൊട്ടമ്പോക്ക് വിളിച്ചു. മോനെ ഒരു കാര്യം ചോദിച്ചോ? പിന്നെ ഈ 2 ദിവസത്തെ കൂലി വരാൻ തരുന്ന മോനെ, നിങ്ങൾ അത് തരുമോ? അരി വാങ്ങാൻ തരും, അരി വാങ്ങാനാണ് കൂലില്ലേ? ഇപ്പോ ഇവിടെ എന്ത് പൈസ ഇല്ലല്ലോ. ഇപ്പൊ എന്തൊക്കെ ചെയ്യാ? അത് ഗൂഗിൾ പേ ഇല്ലല്ലോ. ഇതിലുണ്ടാവോ? അതിലതൊന്നും ഉണ്ടാവില്ല. ഇതിനേക്കാളൊരു ഫോണൊക്കെ വാങ്ങും, ഗൂഗിൾ പേ ഒക്കെ വെച്ചു. എന്നാലേ പൈസ ആക്കാൻ പറ്റുമോ? എന്റെ പൈസ ഫുള്ള് ബാങ്കിലാണേ. സാധനം വാങ്ങാൻ ഒരുപാട് നോക്കി താത്ത ബില്ല് തന്നിട്ടുള്ള ഒരുപാട് സാധനം വാങ്ങാനാണ്. ഇപ്പൊ എന്നെ തരുന്ന അവിടെ കൊണ്ടുവന്നാണ്. ഇപ്പൊ എന്റെ പെട്രോൾ എത്തി. അതിനൊരു പൈസ ഇങ്ങോട്ട് തരാൻ വേണ്ടി. അത് മുതലാളി ഞാനിപ്പോ ഞാൻ ഒരു പണിക്കൂർ വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിൽക്കുന്നത്. ഒരു വന്നില്ല. ഞാൻ എത്ര കാട്ടാ? കണ്ടിന് ഇന്ന് പണിക്കാരില്ല, അവിടെ കാലിയാണ്. അവിടെ ആരില്ല. അതില്ല. ഈ ഒരു കാര്യം ചെയ്തോ, ഇന്ന് ഇനിയിപ്പോ പണിയില്ല. ഇന്ന് പോയിട്ട് നാളെ വരുവാ. നാളെ രാവിലെ വന്നോ. അപ്പൊ എനിക്ക് പൈസ ഞാൻ ഇപ്പൊ തരാം. നാളെ തരാം. നാളെ തരാം. അരി വാങ്ങാൻ ഇപ്പൊ അരി വാങ്ങാൻ നാളെ ഇന്നിപ്പോ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാതെ കേട്ടോ. നോക്കട്ടെ, ഞാനേ ഒന്ന് കുട്ടോളിച്ചിപ്പോ നടന്നോ. കുട്ടോണ്ടി കിട്ടോ. അല്ല മോനെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഗൂഗിൾ പേ അല്ലേ? ഗൂഗിൾ പേ അതിന് ഈ ഫോൺ പറ്റൂല. അത് വേറെ ഫോൺ വേണം, വലിയ ഫോൺ വേണം. അതൊക്കെ ഒന്ന് മാറ്റി ഇത് നോക്കിയാൽ നമ്പർ കാണാതൊക്കെ എങ്ങനെ അങ്ങോട്ടാ വിളിച്ചാൽ കിട്ടില്ല. നാളെ വരാല്ലേ? നാളെ നാളെ പൈസ തരുമോ? നാളെ കിട്ടോ. അവൻ കിട്ടോ. എന്താ കഥ? ഞാൻ ഈ കാറ് കഴുകാൻ വേണ്ടി പറഞ്ഞതല്ലേ? എന്താ മജീദ് എനിക്ക് എന്നോട് പറഞ്ഞിട്ടേ കേക്കട്ടെ? ഇപ്പൊ ഓഫീസിൽ പോകണം, എങ്ങനെ കഴുകാൻ വേണ്ടി പറഞ്ഞതല്ലേ? എന്താ ചെയ്യാന്? അപ്പൊ അതൊക്കെ ആ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടേ പറഞ്ഞിട്ട് 10-500 കൊടുത്താൽ അതൊന്നും ചെയ്തു തരൂലേ? 500 രൂപ പറയാൻ എളുപ്പമാണ്. ഇത് മരത്തുമെന്ന് പറിക്കുന്ന സാധനമാണോ? പൈസ അല്ലെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ മരത്തുമെന്നൊന്നും പറിക്കണ്ട. ഇവിടെ വരി. ഞാൻ പിന്നെ പൊട്ടമാപ്പൂനെ കണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ വരി. പാപ്പാ ഇവിടെ വന്നാ. വിടാവാ വിടാവാ വിടാവാ. എന്ത് ഒരു പണിണ്ടേ? പണിണ്ടാ? നോക്കി ഈ പണിക്കാർക്ക് പൈസ തരുന്നത്. അനക്ക് എന്തിനാ പൈസ?
എനിക്ക് അരി വാങ്ങാനാ. തന്നെ കുട്ടിക്ക് അരിയില്ല. എന്നാ ആയിക്കോട്ടെ, ഈ കാറൊന്ന് കെട്ടിയാൽ മതി കേട്ടോ, പൈസ ഒക്കെ കിട്ടും കേട്ടോ. വെള്ളക്കണം. എവിടെ ഞാൻ എന്നെ കാത്തുക്കല്ലേനോ? ഇവിടെ വാ, നട്ട് കുടിച്ചാ ഇവിടെ ഇരുന്നോ കേട്ടോ. ഇവിടെ ഇരുന്നോ. കാരക്ക് കുഴങ്ങി അവിടെ വെച്ചതേ, ഇതൊന്നും ഇവിടെ അടിച്ചോ. അതിപ്പോ 10 വട്ടം അടിച്ചില്ല, ഒന്നുകൂടെ അടിച്ചോ. ഇവിടെ കുത്തിരി അല്ല അച്ഛല്ലേ. ഇവിടെ ഇരുന്നോ. എന്നാ അത് നിന്നോട്ടോ, വിറ്റാമിനൊക്കെ ഉള്ളതാണേ. ആ അതൊന്നേ സാറല്ലേ. ആ തിന്നോട്ടോ, വളർത്തുന്നോ? പിന്നെ അരിയില്ല. ആ ഇനിയിപ്പോ നെഞ്ഞത്തിന് അരി എനിക്ക് വളർഞ്ഞു ഇതന്നെ ഇഷ്ടം പോലെ. അരിയില്ല. ഇത് തിന്നേ, അപ്പോൾ വെള്ളം കിട്ടോ. ഞാൻ കുടിച്ചാണ്ടേ ഞാൻ പോയിക്കോ. മൂക്ക് മാറ്റി. ഞാൻ കുടിച്ചേ. മതി. മതിയായോ? ആ വളർന്നില്ല. ആ ഞാൻ പോട്ടെ. ആ അരിയില്ല. അരി എനിക്ക് ചോദിച്ചാണ്ട് പള്ളാർക്കാനല്ലേ, അതിനല്ലേ ഇത് കുടിച്ചത് തിന്നത്. ഇനിന്റെത്തിനാ അരി കാക്കുണ്ട്. കഴിച്ചിട്ട് വെച്ചതാ. ഇതിപ്പോ കുടിക്ക് പോയിക്കോ കേട്ടോ. കാറ് എങ്ങനെ വന്ന് ഞാൻ വിളിച്ചിട്ട് കേട്ടോ. കുട്ടി ഞാൻ പണിക്ക് പോയേ, അവിടുന്ന് പണക്കാർ വന്നിട്ടില്ലടാ. എന്നിട്ട് ഞാൻ പോന്നു. ഇത് ഉടുക്ക പോണ്ടേ? ഞാൻ കളിച്ചാണ്. ഞാനേ ഞാനിപ്പോ പോട്ടെ ട്ടാ. നല്ല കുട്ടിയായിട്ട് മുഖാണ്ട് കളിച്ചാണ് കേട്ടാ. ഞാൻ കുട്ടി പോയിക്കോളിട്ടാ. ഏളാപ്പ മറന്നു. എന്റെ കുട്ടിക്ക് ഏളാപ്പ വാങ്ങിക്കണല്ലോ. അങ്ങനെന്തേ നീ നല്ല കുട്ടിയായിട്ട് അവിടെ ഇവിടെ ഒന്ന് മുഖാണ്ട നല്ല കുട്ടിയായിട്ട് കളിച്ചിട്ടാ കേട്ടാ. ഏളപ്പന്നെ കുടിക്ക് പോട്ടെ. ഇതൊന്നും ഇവിടെ എനിക്ക് സൂപ്പർ സ്റ്റാർ ആവാനുള്ളല്ലേ. ആ കോഴിമുട്ടി വളച്ച കൊണ്ടുപോയി ഉമ്മാടെ കുട്ടിക്ക് പാല് അത് ഓർലിക്സും കഴിക്കുന്നു. ഉമ്മാടെ കുട്ടി തന്നെ കുറിച്ചൂടെ. ഉമ്മാടെ കുട്ടിക്ക് ഇനി എന്താ വേണ്ടത്? ഉമ്മാടെ കുട്ടി സുന്ദരനാവണ്ടേ, സൂപ്പർ സ്റ്റാർ ആവണ്ടേ, എന്നിട്ടാണ് അമ്മച്ചക്ക് തരുന്ന മൊഴിഞ്ഞ് നടക്കാന്. എന്താണ് ഉമ്മാടെ കുട്ടിക്ക് വേണ്ടത്? മുട്ട വെച്ചത്. അമ്മച്ച ഇപ്പൊ കൊണ്ടാ അടുത്ത തമ്പുരാൻ ഹരാക്ക് വരുന്നുണ്ടല്ലോ. ഉമ്മാടെ കുട്ടിക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതി ഇടും. ഇതെന്താണ് പോന്നു?
ഞാനേ ഇന്നവിടെ പണിയില്ലാത്ത പൊന്നാറ് ബാപ്പോ ഞാൻ പോയപ്പോ എനിക്ക് ലിസ്റ്റ് വന്നിട്ടില്ല. ആ സാധനങ്ങളൊക്കെ എവിടെയാണ് ഞാൻ ചോദിച്ചത്. താത്ത പള്ളിയെ പൈസ തരില്ല ഒരു ചായന്റെ എനിക്ക് തരുന്നത് ഇതൊന്നും എന്താ പോകണ്ടായിരുന്നേ സ്വീപ്പാക്കാൻ വേണ്ടിട്ട്. താത്ത ഇന്ന് അവിടെ പണിയില്ല താത്ത. ഞാൻ 2 ദിവസം പണിയിട്ട കായുണ്ടല്ലോ എന്റെ മൊബൈലിൽ നോക്കി ഓരോ പറഞ്ഞു കുളുകുളുപ്പേ ആണെന്ന്. അതില്ലാത്തോണ്ട് എനിക്ക് കായ് കിട്ടൂലം പോലെ 2 ദിവസം കഴിഞ്ഞിട്ട് അതിൽ എനിക്ക് പൈസ തരാന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ എല്ലാ സാധനവും വാങ്ങിട്ട് വരാം. ഇത് താത്ത നോക്കി ഈ പള്ളി പൈസ തരില്ല ഒരു ചായന്റെ ഉള്ളും തരുങ്ങള്. എനിക്ക് ചായ ഒലക്കണം. എനിക്ക് ജില്ല വെറുതെ ദേഷ്യം പിടിക്കാൻ നിൽക്കണേട്ടാ. അറിഞ്ഞു പോർന്നേ. താത്ത ഞാൻ സാധനക്ക് വരുമ്പോ കൊണ്ടുവരാം കേട്ടാ. ഞാൻ പോർന്നേ. അപ്പൊ ടൈമായി. ഉമ്മ താങ്ക്സ്. ഉപ്പ ഞാൻ പോയി കേട്ടോ. അഭിനയിക്കാൻ സമയമായി. കാണാം. യോ യോ ഉമ്മ. യോ യോ പോയില്ല. യോ യോ കൊണ്ടാറിന്റെ സൈന ഒരു ഗ്ലാസ് വെള്ളം ചെറുക്കന് കൊടുത്തോടെ എനിക്ക്. അത് നേരെ നോക്കുമ്പോ ഒന്ന് ഇറങ്ങി പോയതല്ലേ. വല്ലാത്തൊരു സാങ്കണ്ടായിട്ട് എന്തൊരു സ്നേഹാണ് അഞ്ചനോട്. ഒന്ന് അന്നാക്ക് തിരികെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയാനോട്. പഠിച്ചോനെ ആ കുട്ടിന്റെ ഒരു വിധി. ഒരു കാര്യം ചെയ്തു തരുമോ? ഒന്ന് കുത്തി തരുന്നത് നമ്പർ. ഇപ്പൊ ഒരാളെ വിളിച്ചാണ് എനിക്ക് അറിയില്ലത്. ഒന്ന് നമ്പർ പറഞ്ഞു ആക്കി നോക്കി തരുമോ? ഇതില് ഞെക്കാനോ? ഞാൻ നമ്പർ പറഞ്ഞു. പറയട്ടെ. 8 1 1 8 2 2 8 2 അല്ല പിന്നെ 8 1 ആദ്യം മേല് പറയും. 8 1 8 1 8 2 8 2 3 3 പിന്നെ 4 ഇതല്ല എഴുതി വെച്ചിട്ടുണ്ടാ? എന്നിട്ട് തരും. ഞാൻ അടിച്ചോളാം. ഇതടിച്ചാലും ഇത് 90 17 92 48 35. ഹലോ. ഹലോ. ഉണ്ണിട്ടാ ഞാൻ പോവാം. ഉണ്ണിട്ടാ എന്താ പോ പിന്നെ നോക്കി നിങ്ങളിട്ടേ നോക്കി ഞാന് കൂലി കാണിട്ടേ. ഞാൻ കൂലിക്ക് നോക്കി തരണ്ടേ. 500 ഉറുപ്പിക്ക് കടം തരും. 500 ഉറുപ്പ്യ? അയ്യടോ 500 ഉറുപ്പ്യ അവർക്കറിയാലോ. ഞാൻ തന്നെ ഇവിടെ ഒരാള് കൂലി പണിക്ക ഇല്ലല്ലേ? എന്താ കാര്യം എന്താ? ഞാന് എനിക്ക് കുടിക്ക് അരി വാങ്ങാനേനു. അരി വാങ്ങാൻ പണിത്തിട്ട് അവിടുന്ന് കിട്ടിയിട്ട് 2 ദിവസം കഴിഞ്ഞ് തരാന്ന് പറഞ്ഞു മുതലാളി. അരി വാങ്ങുന്നത് അരി കാര്യമില്ല. ചോറ് തന്നാലോ? മതി ചോറ് മതി. ആയിക്കോട്ടെ. എന്നാ ചെയ്തു പോവാ. ഞാൻ ചോറ് ഇട്ടാ. ഞാൻ അപ്പൊ തന്നെ വരാം.
അയ്യോ കേട്ടോ കിട്ടൂലേ എന്ത് ചെയ്യൂലേ ഞാനൊരു കാര്യം പറയാം എന്റെ പൈസ പറയും ഈ വരുന്നവർക്കൊക്കെ ചോറിന് എടുത്തോട്ടെന്നാല് ഞാൻ കൂട്ടിപ്പോട്ടില്ല ഞാൻ പറഞ്ഞ മനസ്സിലാക്കുക അത് എനിക്ക് മനസ്സിലായി പറഞ്ഞ മനസ്സിലാക്കി കേട്ടോ ഞാൻ പറഞ്ഞ മനസ്സിലാക്കി മതി വെക്ക് ഞാൻ ഈ സ്ഥാപനം നടത്തുന്നത് എന്റെ ഭക്ഷണം കൊണ്ട് എനിക്ക് ആരും ചെയ്യാനില്ല വരുന്നുണ്ട് പണ്ടാറം. എന്തെങ്കിലും വളഞ്ഞു കൊടുന്ന ചത്തൊക്കും ഇവിടെ. അങ്കിൾ അങ്ങോട്ട് തരും, അവിടെ വയ്ക്കോ. ഇവിടെ ചെറുതോട്ട് നിൽക്കാൻ അത് അങ്കിൾ അങ്ങോട്ട് തരും, അങ്ങോട്ട് പോവാം. ഉമ്മ ഇങ്ങനെ ആദ്യമായിട്ട് നോക്കി ഉമ്മ കൊച്ചിയുടെ സിനിമ ഷൂട്ടിങ്ങുണ്ടേ. ഉമ്മാന്റെ കുട്ടിക്ക് ഇപ്പൊ കുറഞ്ഞല്ല. അമ്മ അതെ ചോറ് ഇതൊന്ന് അറിഞ്ഞു നിൽക്കേ. അച്ഛനക്കൊന്ന് കൊടുക്കട്ടെ. ആ ചക്കര ആ മുട്ട ഉണ്ടായി കൊടുക്കട്ടെ. നോക്കേ അന്ത മുട്ട കഥകട വാ. ആ മുട്ട എടുക്കണം, ആ ഗ്ലാസ് ഇട്ടോ അടിച്ചോട്ടെ. ആ ആകും ഏതാണ് റബ്ബേ ആകെ ഒരു മുട്ടണ്ടല്ലേ അതും പൊട്ടിച്ച്. ഒരു സാധനം പീടി പോയി കൊണ്ടുവരാൻ പറഞ്ഞാൽ കേൾക്കൂല, പണിക്കും പോകൂല. നിങ്ങൾ മുഴുവൻ തിന്നും കുറിച്ചും നടക്കാൻ തിരക്കടില്ല.
നീ എന്താ ഞാൻ ആ കുട്ടിക്ക് ഉണ്ടായി കൊടുക്കുക കുറെ കാലം ഞാൻ എന്നെ ഞാൻ ഇടങ്ങാറാവുന്നു എന്നെ ഒന്ന് ഞാൻ ശരിയാക്കി തരാം ഒരു സാധനം കൊണ്ടുവരാൻ നീ നശിപ്പിക്കാൻ തരത്തില്ല പോയല്ലേ എന്താ ഇവിടെ എന്താ ഇവിടെ എവിടെ പറഞ്ഞു കേട്ടില്ല രാത്രി അത് കേട്ടിട്ട് ഞാൻ നിന്റെ കണ്ണുമുന്നിൽ കൊണ്ടുപോകും അങ്ങോട്ട് പോകാനല്ലേ പറഞ്ഞു നിങ്ങൾ ആരും നോക്കും ആരും നോക്കും നിൽക്കാൻ ആരും നോക്കണ്ട എവിടെങ്കിലും പോയി ജീവിക്കണം ഈ നരകത്ത് കഴിയുന്ന കാലത്ത് നല്ലത് എവിടെങ്കിലും പോയി ജീവിക്കേ പോ സൈന ഞാൻ കുട്ടീനെ തച്ച് വായിപ്പിച്ചില്ലേ പാപ്പി ഇന്ന് മരിച്ചപ്പോ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ അതിനെ ഓന് നല്ലോണം നോക്കണമെന്ന് പറഞ്ഞോണ്ട് ഓന് ബുദ്ധിക്ക് കുറച്ച് കമ്മിയുള്ളൂ അത് നയിച്ചു വന്നിട്ടാണ് ഈ കുടുംബം നോക്കിണ്ട് അനക്കറിയില്ലേ ആ കുട്ടീനല്ലേ തച്ച് വായിപ്പിച്ചത് സൈന ഓളിലൊരാളും ഇഷ്ട സൈന കുറച്ചോ കാണുന്നുണ്ട് കേട്ടോ അതൊക്കെ ഈജിത്ത് അനുഭവിക്കും ഈജിത്ത് അനുഭവിക്കട്ടോ എന്റെ കുട്ടിനെ തച്ച് വായിപ്പിച്ചില്ലേ പിന്നെ ഒരു കാരണവും ഒരു അന്തോനും പോണ്ട ഞാൻ കുട്ടിയെ മോദിയുടെ അമ്മയോട് പറഞ്ഞിട്ടില്ലേ ഈ ദുനിയാവ് കണ്ടത് മുഴുവൻ അള്ളാന്റെ പടപ്പാണ് അങ്ങനെ അള്ളാന്റെ ഒരു പടപ്പായിട്ട് ഈ എളാപ്പ ഈ ദുനിയാവിൽ എവിടെങ്കിലും ഉണ്ടാവും എളാപ്പാന്റെ കുട്ടി എളാപ്പാക്ക് വേണ്ടി ദ്വാരക്ക നിർത്താ എളാപ്പ പോട്ടേട്ടാ എളാപ്പാന്റെ കയ്യിൽ ഒന്നും കൂടി ഉണ്ട് എളാപ്പാന്റെ കുട്ടിക്ക് തരാനേ എളാപ്പ മാങ്ങി വെച്ചതാ ഇങ്ങനെയുള്ളൂ എളാപ്പാന്റെ കയ്യിൽ തിന്നിട്ടാ എളാപ്പാന്റെ കുട്ടി പോയിക്കോളെ എളാപ്പന്ന പോവുക എന്നിട്ടാ
കുട്ടിയെ എവിടെയുണ്ട് കുട്ടി? ഞാൻ ഇപ്പൊ പോവാനിട്ടാ.